എങ്കിലും ഈ ഒരു ഇറാൻ സേനയ്ക്ക് വിശ്വാസമുണ്ടായിരുന്നു തങ്ങൾ പ്രശ്നത്തിലൊന്നും വന്നതല്ല, തങ്ങൾ അമേരിക്കയുടെ സൗഹൃദ രാജ്യമാണ് ഇന്ത്യയിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുത്തിട്ട് തിരിച്ചു വരുന്നവരാണല്ലേ. നമ്മളോട് പോലും സത്യം പറഞ്ഞാൽ ഈ ട്രംപ് ഭരണകൂടം നന്ദികേട് കാണിച്ചു എന്ന് വേണം പറയാനായിട്ട്. ഇതിൻ്റെ മോശം സത്യം പറഞ്ഞാൽ ആർക്കാണ്? നമുക്കാണല്ലേ. നമ്മുടെ രാജ്യത്ത് ഔദ്യോഗിക പരിപാടിക്ക് വന്നവരെ പോലും ഈ ട്രംപിൻ്റെ ഭരണകൂടം വെറുതെ വിട്ടില്ല. എല്ലാവർക്കും നമസ്കാരം, ഞാൻ എസ്പിൻ. വളരെ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസാണ് കുറച്ച് മുമ്പ് മാത്രം പുറത്തു വന്നിട്ടുള്ളത്. അമേരിക്ക ചെയ്തത് വളരെ നീചമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്, നമുക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരു പ്രവൃത്തിയാണ്. ഗൈസ്, യുദ്ധങ്ങൾ വരുമ്പോൾ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്രമിക്കേണ്ടി വരും. അതിനൊക്കെ ഒരു റൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏത് യുദ്ധമാണെങ്കിലും ഒരു ധർമ്മം ഉണ്ടായിരിക്കണം, ഒരു ധാർമ്മികത ഉണ്ടായിരിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ അമേരിക്ക ഇപ്പോൾ ചെയ്തുകൊണ്ടല്ലോ എല്ലാ ധാർമ്മികതയുടെയും അതിർവരമ്പുകൾ തകർത്തുകൊണ്ട് വളരെ ക്രൂരമായിട്ടുള്ള നീചമായിട്ടുള്ള പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. എന്താണ് അമേരിക്ക ചെയ്തതെന്നല്ലേ? അതായത് ഇറാൻ നേവിയുടെ ഒരു യുദ്ധക്കപ്പൽ, ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ നേവിക്ക് ഒരുപാട് INS വിക്രാന്ത് പോലുള്ള ഒരുപാട് കപ്പലുകളുണ്ടല്ലോ, അതുപോലുള്ളൊരു കപ്പൽ അമേരിക്ക ആക്രമിക്കുകയാണ്. അത് യുദ്ധത്തിന് പോയതോ മറ്റൊരു പ്രശ്നത്തിലോ ഉൾപ്പെട്ട കപ്പലായിരുന്നില്ല. അതിൻ്റെ അകത്ത് 150ഓളം വരുന്ന നേവി ഉദ്യോഗസ്ഥർ, ഇറാനിലെ നേവി ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ഇനി എവിടെ വെച്ചാണ് ആക്രമിക്കപ്പെട്ടതെന്നറിയാവോ? ഏതെങ്കിലും ഗൾഫ് മേഖലയിലോ അവിടെ ഇവിടെ വെച്ചാണ്? ഒരിക്കലുമല്ല. നമ്മുടെ ശ്രീലങ്കയുടെ കുറച്ച് മാറി ഒരു 40 കിലോമീറ്റർ റേഞ്ചിനുള്ളിലാണ് ഈ ഒരു ആക്രമണം നടന്നിട്ടുണ്ടായിരുന്നത്. അതായത് യുദ്ധമൊക്കെ നമ്മളുടെ തൊട്ടടുത്തെത്തി. ഇത് മറ്റ് പ്രശ്നങ്ങൾക്കോ കാര്യങ്ങൾക്കോ പോയൊരു കപ്പലല്ല. യാതൊരുവിധ മുന്നറിയിപ്പും കൂടാതെ വളരെ ശാന്തമായിട്ട് തിരിച്ചവരുടെ രാജ്യത്തേക്ക് പോകുമായിരുന്ന കപ്പലായിരുന്നു. ഏറ്റവും വലിയ ക്രൂരതയാണ്. അതിൻ്റെ അകത്ത് 100ഓളം പേര് മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഇനി ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയാമോ? ഇതിൻ്റെ അകത്ത് ഈ കപ്പൽ എന്തിനാണ് ഇവിടെ കൂടെ പാസ് ചെയ്തതെന്നല്ലേ? ഇത് നമ്മുടെ രാജ്യം ക്ഷണിച്ചിട്ട്, നമ്മുടെ ഇന്ത്യ ഉണ്ടല്ലോ, ഇന്ത്യ ഔദ്യോഗികമായിട്ട് ക്ഷണിച്ചിട്ട് ഇവിടെ ഒരു പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു. ഈസ്റ്റേൺ നേവൽ കമാൻഡ് വിശാഖപട്ടണത്ത് വെച്ച് സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുന്ന കപ്പലായിരുന്നു. അതായത് നമ്മളുടെ രാജ്യത്തിൻ്റെ ആതിഥേയത്വം സ്വീകരിച്ച് ഇവിടെ എത്തിയ കപ്പലാണ്. തിരിച്ചു പോകുന്ന വഴിയാണ് ഈ അമേരിക്ക അന്തർവാഹിനി വെച്ചിട്ട്, അതായത് മുങ്ങിക്കപ്പലുണ്ടല്ലോ, ഒളിച്ചിരുന്ന് ഒരാക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ ആതിഥേയത്തെ സ്വീകരിച്ച് ഇവിടെ താമസിച്ച് നമ്മുടെ ഇന്ത്യൻ ഭക്ഷണമൊക്കെ കഴിച്ച് മടങ്ങിയ അവിടുത്തെ നേവി ഓഫീസേഴ്സ്, അവർ യുദ്ധത്തിൽ പങ്കെടുത്തു, എന്തെങ്കിലും ആക്രമണം നടത്തി, ഓക്കെ, യുദ്ധത്തിനിടയിൽ മരണപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ യാതൊരു പ്രകോപനവും ഇല്ലാതെ വെറുതെ അവിടെ കൂടെ ശാന്തമായിട്ട് സഞ്ചരിച്ചു പോകുന്ന ആ ഒരു പാവം മനുഷ്യരെ അമേരിക്ക ക്രൂരമായിട്ട് കൊന്നിരിക്കുകയാണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണം. അതുപോലെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഹോർമൂസ് കടലിടുക്ക് ഇപ്പോൾ അടച്ചിട്ടുണ്ട്. ഇത്രയും കാലം ഇപ്പോൾ അടയ്ക്കുമെന്നൊക്കെ ഇറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, യുദ്ധം വരുമ്പോഴൊക്കെ പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഏകദേശം പൂർണ്ണമായിട്ടും ഒരു തടസ്സപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് സംസാരിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കഴിയുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ യൂട്യൂബ് അൽഗോരിതം അടുത്തടുത്ത വീഡിയോസൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരത്തുള്ളൂ. 10-20 മിനിറ്റിൽ ലോകത്ത് നടക്കുന്ന ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒരുപാട് ആൾക്കാർ കമൻറ്റിൽ ചോദിക്കാറുണ്ട് വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ മാർക്കറ്റ് വോൾഫ് എന്നൊരു അമേസിംഗ് ആപ്പ് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഇത് സെബിയിൽ രജിസ്റ്റർ ചെയ്തതും ഇന്ത്യയിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു ആപ്പാണ്. ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാൻ എൻ്റെ പിൻ ഉപയോഗിച്ച് ലോഗിൻ ചെയ്തു. ഇവിടെ ഫോളോ ട്രെൻഡ് എന്നൊരു ഫീച്ചറുണ്ട്. ഇത് മാർക്കറ്റിലെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രെൻഡ്സ് നിങ്ങൾക്ക് കാണിച്ചു തരും. ഒറ്റ ക്ലിക്കിൽ നിങ്ങൾക്കത് ഫോളോ ചെയ്യാം. ഞാൻ ഫോളോ ട്രെൻഡ് ക്ലിക്ക് ചെയ്തു, ട്രേഡ് പ്ലേസ് ചെയ്തു, അത്രയേ ഉള്ളൂ. എൻ്റെ ട്രേഡ് തുടങ്ങി. വളരെ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് ഇവിടെ ട്രേഡ് ചെയ്യാൻ തുടങ്ങാം. മറ്റ് ആപ്സിൽ സാധാരണമായിട്ട് ഇതിൻ്റെ 3 ഇരട്ടി പണം ആവശ്യമായിട്ട് വരും. വലിയ നഷ്ടങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്നതിന് ഒരു ഇൻബിൽട്ട് സ്റ്റോപ്പ് ലോസ് ഫീച്ചറും ഇതിലുണ്ട്. നിങ്ങളുടെ ട്രേഡ് ഒരു സർട്ടൻ ലോസ് ലെവൽ എത്തുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായി നിൽക്കും. അതിനാൽ ആവശ്യമില്ലാതെ കൂടുതൽ പണം നഷ്ടപ്പെടില്ല. നോക്കൂ, പ്രോഫിറ്റ് ട്രെൻഡിനൊപ്പം മുന്നോട്ട് പോകുകയാണെന്ന് ഞാൻ സ്റ്റോപ്പ് ട്രേഡ് ക്ലിക്ക് ചെയ്തു. ഇതാ വളരെ കുറഞ്ഞ സമയം കൊണ്ട് എനിക്ക് 2065 രൂപ ലാഭം ലഭിച്ചു. നിങ്ങൾക്കിവിടെ കമ്മോഡിറ്റിയും ട്രേഡ് ചെയ്യാം. ഗോൾഡ്, സിൽവർ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ് എന്നിവയെല്ലാം രാവിലെ 9 മണി മുതൽ രാത്രി 12 മണി വരെ എളുപ്പത്തിൽ ട്രേഡ് ചെയ്യാം. മാർക്കറ്റ് വോൾഫ് സൗജന്യ ട്രേഡ് റെക്കമെൻഡേഷൻ നൽകുന്നുണ്ട്. ഇത് നോക്കൂ, ഫെബ്രുവരിയിലെ ഒറ്റ ദിവസത്തിൽ 15,239 രൂപ, ഫെബ്രുവരിയിലെ 3 ആഴ്ചയിൽ 39,363 രൂപ, കഴിഞ്ഞ വർഷത്തിൽ 5,03,940 രൂപ എന്നിങ്ങനെ ലാഭം ബുക്ക് ചെയ്തു. ഈ പ്രോഫിറ്റിന് മാർക്കറ്റ് വോൾഫ് ഒരു കമ്മീഷനും എടുക്കുന്നില്ല. വെറും 99 രൂപയുടെ വൺ ടൈം ലൈഫ് ടൈം ഫീ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ഈ സൗകര്യങ്ങളെല്ലാം ഉപയോഗിക്കാം. രാവിലെ 9 മണി മുതൽ രാത്രി 12 മണി വരെ ട്രേഡ് ചെയ്യാം. ഇതിനോടകം തന്നെ 2 മില്യണിലധികം ഡൗൺലോഡ്സ് ഉള്ള ഈ ആപ്പ് വഴി ഒട്ടനവധി ആൾക്കാർ തങ്ങളുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നുണ്ട്. മാർക്കറ്റ് വോൾഫ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം. എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ആദ്യം ഈ കപ്പൽ ആക്രമിച്ച സംഭവത്തെ പറ്റി പറയുവാണെങ്കിൽ, ഞാൻ പറഞ്ഞായിരുന്നു നമ്മളുടെ രാജ്യത്തിന്റെ ആതിഥേയത്വം സ്വീകരിച്ച് നമ്മളുടെ അതിഥികളായി വന്നവരാണ്. അതിഥികളായി വന്ന് നമ്മളുടെ നാട്ടിൽ താമസിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് മടങ്ങിപ്പോയവരാണല്ലേ. ഇവരെന്തിനാ വന്നേ നോക്കുവാണെങ്കിൽ, വിശാഖപട്ടണത്ത് മിലൻ 2026
എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമ്മളുടെ രാജ്യം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പൂർണ്ണ സംഘാടകരായിട്ടുണ്ടായിരുന്നത് സൗത്ത് ഇന്ത്യൻ നേവൽ കമാൻഡാണ്. അതായത് നമ്മളുടെ ഇന്ത്യൻ നേവി ആയിരുന്നു സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ലോകത്തിലെ 74 രാഷ്ട്രങ്ങൾ, 74 രാജ്യങ്ങളിൽ നിന്നുള്ള അവരുടെ നേവിയിലെ കപ്പലുകളും അവരുടെ ഉദ്യോഗസ്ഥരൊക്കെ നമ്മളുടെ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതിന് വേണ്ടിയിട്ട് 74 രാജ്യങ്ങൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയൊരു ഇവൻ്റാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു രാജ്യത്തേക്ക്, നമ്മളുടെ രാജ്യത്തേക്ക് 74 രാജ്യങ്ങളിൽ നിന്നുള്ള നേവൽ ഫോഴ്സുകൾ എത്തുകയാണ്. അത് നിസ്സാര കാര്യമല്ല. നമ്മുടെ രാജ്യം സംഘടിപ്പിച്ച വലിയൊരു ഇവൻ്റാണ്. നമ്മളുടെ അത്രയും സൗഹൃദവും നമ്മളുടെ ഡിപ്ലോമസിയും ഒക്കെ കാണിച്ചു തരുന്ന ഇവൻ്റാണ്. അങ്ങനെ അതിൽ പങ്കെടുക്കാൻ സൗഹൃദ രാജ്യം എന്ന രീതിയിൽ നമ്മളുടെ ഇറാനും വന്നിട്ടുണ്ടായിരുന്നു. ഇറാനെ ഔദ്യോഗികമായിട്ട് ക്ഷണിച്ചു. ഇറാൻ ആ ക്ഷണം സ്വീകരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്നിട്ടുണ്ടായിരുന്നത് IRIS ദേന എന്ന് പറയുന്ന ഒരു കപ്പലിലാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറാനിൽ നിന്നും വിശാഖപട്ടണത്തിലേക്കുള്ള ആ ഒരു കടലിലെ റൂട്ടാണല്ലേ. അത് മറ്റൊന്നുമല്ല, നമ്മളുടെ ഇന്ത്യയുടെ താഴെന്ന് ഉദ്ദേശിച്ചത് തെക്ക് ഭാഗത്തുകൂടെ, ശ്രീലങ്കയുടെയും തെക്ക് ഭാഗത്തുകൂടെ വേണം ഇങ്ങനെ കറങ്ങി, അതായത് ഇങ്ങനെ വന്നിട്ട് താഴെ കൂടെ കറങ്ങി വേണം ഈ വിശാഖപട്ടണത്തിലേക്ക് പോകാനല്ലേ. അപ്പോൾ അതാണ് റൂട്ട്. ശ്രീലങ്കയുടെ തെക്ക് ഭാഗത്തൂടെ വേണം സഞ്ചരിച്ച് പോകാനായിട്ട്. അങ്ങനെയായിരുന്നു അവരിവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ഈ മിലൻ 2026 എന്ന് പറയുന്ന പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഫെബ്രുവരി 18 മുതൽ 25 വരെ ആയിരുന്നു. അപ്പോൾ 18 പങ്കെടുക്കണമെങ്കിൽ അവർ ഒരുപാട് ദിവസം മുമ്പേ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവും. അതായത് യുദ്ധമൊക്കെ തുടങ്ങുന്നതിന് ഒരുപാട് മുമ്പേ ആയിരുന്നു അവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, അവർക്ക് സുഗമമായിട്ട് ഇവിടെ എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി മിലൻ 2026 എന്താ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫുൾ ഫോം മൾട്ടിലാറ്ററൽ നേവൽ എക്സസൈസ് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും മറ്റൊന്നുമല്ല, എല്ലാ രാജ്യത്തെയും നേവി കൂടി അവരുടെ ഒരു കോർഡിനേഷൻ, അതായത് ഒരുപാട് പ്രശ്നങ്ങൾ കടൽ മേഖലയിൽ സംഭവിക്കുന്നുണ്ട്, അതിനെയൊക്കെ തരണം ചെയ്യുക, ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുക, സഹകരണം വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഈ മിലൻ 2026 അതോ മൾട്ടിലാറ്ററൽ നേവൽ എക്സസൈസ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം. വൻ സക്സസ് ആയിരുന്നു. 74 രാജ്യങ്ങൾ പങ്കെടുത്തു. ഭയങ്കര അടിപൊളി പ്രോഗ്രാമൊക്കെ ആയിരുന്നു. എന്തായാലും 25 തീയതി, ഫെബ്രുവരി 25 തീയതിയോടെ ഈ പരിപാടി കഴിയുകയാണ്. പതുക്കെ എല്ലാവരും അവരുടെ രാജ്യത്തേക്ക് മടങ്ങുകയാണ്. അങ്ങനെ ഇതിൽ പങ്കെടുക്കാനെത്തിയ IRIS ദേന എന്ന് പറയുന്ന കപ്പലും അതിലെ ഇറാനിയൻ ഉദ്യോഗസ്ഥരും അവിടുന്ന് മടങ്ങുകയാണ്. അപ്പോൾ കപ്പലിലാകപ്പാടെ 150 ഉദ്യോഗസ്ഥരായിരുന്നു ഉണ്ടായിരുന്നത്. ആകപ്പാടെ അതിൻ്റെ കപ്പാസിറ്റി എത്രയാണ്? അപ്പോൾ അത്രയും എല്ലാവരും ഉൾപ്പെടെ വളരെ സന്തോഷത്തോടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നവരാന്ന് ഓർക്കുക. അല്ലെങ്കിൽ കുറച്ച് പേർക്ക് മാത്രം വന്നാൽ പോരാ, അങ്ങനെയൊന്നുമല്ല. അത്രയും ആളൊക്കെ ആയിട്ട് വന്ന പ്രോഗ്രാമാണ്. അങ്ങനെ തിരിച്ചു പോകുന്ന വഴി ഈ ശ്രീലങ്കയുടെ തെക്ക് ഭാഗത്തുകൂടി വേണമല്ലോ പോകാനായിട്ട്. അതായത് നമ്മൾ മാപ്പ് നോക്കുന്ന രീതി നോക്കുകയാണെങ്കിൽ അടിവശത്തുകൂടെ അല്ലേ. അങ്ങനെ പോകുന്ന വഴി പെട്ടെന്ന് ഇവരുടെ കപ്പലിലേക്ക് മിസൈലോ മറ്റു ഒരു ആക്രമണം നേരിടുകയാണ്. കൃത്യമായിട്ട് ഇവർക്ക് എന്താ സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലായില്ല. ഇവർ വളരെ സന്തോഷത്തോടെ മടങ്ങിപ്പോവുകയാണ്. ആ കപ്പൽ പൊടുന്നനെ തകരുകയാണ്. പെട്ടെന്ന് തന്നെ ഈ കപ്പൽ അപകട സിഗ്നൽ പാസ് ചെയ്യുകയാണ്. SOS അല്ലേ, എമർജൻസി ആയിട്ടുള്ള ഞങ്ങൾക്ക് അപകടം പറ്റി, രക്ഷിക്കാൻ ആരെങ്കിലും വരൂ എന്ന് പറയുന്നൊരു സിഗ്നലാണ്. അപ്പോൾ തൊട്ടടുത്തുള്ള നേവൽ കമാൻഡ് ഏതാണ്? ശ്രീലങ്കൻ കമാൻഡാണല്ലേ. അവിടെ ഇൻഫർമേഷൻ എത്തുകയാണ്. പെട്ടെന്ന് തന്നെ ശ്രീലങ്കൻ നേവി 2 കപ്പലുകളെയും ഒരു ഹെലികോപ്റ്ററിനെയും അങ്ങോട്ട് അയക്കുകയാണ്. ശ്രീലങ്കൻ നേവിയുടെ കൃത്യമായിട്ടുള്ള ഇടപെടലിനെ തുടർന്ന് 150 പേരിൽ ഏകദേശം 80 പേരെ രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു കാര്യം പറയുക, ഇത് ഇപ്പോൾ വന്ന വാർത്തകൾ, അപ്പോൾ കണക്കുകളൊക്കെ കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ പല ചെറിയ ഏറ്റക്കുറച്ചിലുകളുണ്ടാകും, ദയവായി ക്ഷമിക്കുക. എന്തായാലും 80 പേരെയോളം രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരുപാട് പേരുടെ നില ഗുരുതരമാണ്, ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അവരവിടെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ബാക്കി 100 പേര് മിസ്സിംഗ് ആണ്. ഈ കടലിലൊക്കെ മിസ്സിംഗ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ അല്ലേ. മാത്രമല്ല ഈ കപ്പൽ മഞ്ഞുകട്ടയിലിടിച്ചൊന്നുമല്ല തകർന്നത്. മഞ്ഞുകട്ടയിലിടിച്ച് പതുക്കെ വെള്ളം കയറി മുങ്ങി അങ്ങനെ അപകടം പറ്റിയതല്ല, മറിച്ച് ഒരു മിസൈൽ ആക്രമണമായിരുന്നു. വെള്ളത്തിനടിയിലൂടെയുള്ള ഒരു മിസൈൽ ആക്രമണം എന്നാണ് എല്ലാവരുടെയും ഒരു അനുമാനം എന്നുള്ളത്. ഇനിയും ഒരുപാട് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ വരേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മിസൈൽ വന്ന് തകർന്നു. അപ്പോൾ തന്നെ ഒരുപാട് പേർക്ക് ഇഞ്ചുറീസ് ഉണ്ടാവും. ജസ്റ്റ് മുങ്ങി മരണം മാത്രമല്ല, ഇഞ്ചുറി കൊണ്ട് മരണപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ വലിയൊരു ക്രൂരമായിട്ടുള്ള ആക്രമണമായിരുന്നു അമേരിക്ക നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പലർക്കുമുള്ളൊരു സംശയം എന്തെന്നാൽ, അല്ല ഈ പ്രദേശം എന്നൊക്കെയുള്ള നമ്മളുടെ തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശം, ഇവിടെ അമേരിക്ക എങ്ങനെ എത്തി? അമേരിക്ക മുങ്ങിക്കപ്പലുമായിട്ട് അടിയിൽ കാത്തിരിക്കുകയാണോ? അമേരിക്കയ്ക്ക് ഇവിടെ എന്ത് കാര്യമെന്ന് നമ്മൾ ചിന്തിക്കുമല്ലേ. പക്ഷേ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ശ്രീലങ്കൻ തീരത്ത് നിന്നും കുറച്ചുകൂടെ, അതായത് ഈ ഒരു അപകടം നടന്ന സ്ഥലത്ത് നിന്നും കുറച്ചുകൂടെ മാറിയിട്ട് ഡിയാഗോ ഗാർഷ്യ എന്ന് പറയുന്ന ഒരു ചെറിയ ദ്വീപുണ്ട്. ഒരു കാൽപാദത്തിൻ്റെ പോലെ ഇരിക്കുന്ന ഒരു ഷേപ്പാണ് ഇതിനുള്ളത്. വർഷം 1970 മുതൽ UK-യും യുണൈറ്റഡ് കിങ്ഡമും അമേരിക്കയും സംയുക്തമായിട്ട് ഒരു മിലിറ്ററി ബേസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ദ്വീപാണിത്. ഒരു മിലിറ്ററി ബേസ് എന്ന രീതിയിൽ ഇത് എത്രത്തോളം ശക്തമാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊരു കാര്യം അറിഞ്ഞാൽ മാത്രം മതി. അതായത് ഈ ഇൻഡോ പസഫിക് റീജിയണിലെ അമേരിക്കയ്ക്ക് പ്രധാനമായിട്ടും 2 ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ബോംബർ ബേസുകളുണ്ട്. അതായത് അത്രയും ശക്തമായിട്ടുള്ള മിലിറ്ററി ആക്രമണങ്ങൾ അവിടെ ഇരുന്ന് നടത്താൻ പറ്റുന്ന ബേസുകളുണ്ട്. ആ 2 പ്രധാനം ഒന്നിതാണ്. ഒന്ന് ആൻഡർസൺ എയർഫോഴ്സ് ബേസാണ്. രണ്ടാമത്തേതെന്നുള്ളത് ഈ ഡിയാഗോ ഗാർഷ്യയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അത് എത്രത്തോളം ആക്രമണങ്ങളും ബാക്കി സംഭവങ്ങളൊക്കെ അവിടെ ഇരുന്ന് നടത്താൻ പറ്റുമെന്ന്. അപ്പോൾ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ബോംബർ ബേസാണ് ഡിയാഗോ ഗാർഷ്യ. ഇവിടമായി ബന്ധപ്പെട്ട് അമേരിക്കയും UK-യും ഒരുപാട് മിലിറ്ററി നേവൽ ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ഈ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതും കറക്റ്റ് സമയത്ത്
ഇറാൻ നേവിയുടെ കപ്പൽ ആ വഴി വരുന്നുണ്ടായിരുന്നല്ലോ. ആ വഴി എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരമുണ്ട്, പക്ഷേ നമ്മൾ കടലിലെ ദൂരമൊക്കെ വെച്ച് നോക്കുമ്പോൾ കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ളത് പോലും നമ്മൾ അത്രയും ഇങ്ങനെ റോഡിലെ കിലോമീറ്റർ പോലെ അല്ലല്ലോ കടലിലെ പറയുന്നത്. 100 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ദൂരമായിട്ടൊന്നും കണക്കാക്കാറില്ല. എന്തായാലും ഞാൻ പറഞ്ഞത്, ഈ ഭാഗത്തു കൂടി പോകുമായിരുന്ന ഇറാനിയൻ കപ്പൽ അമേരിക്ക കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അന്തർവാഹിനികളൊക്കെ അത്രയും മിസൈൽ, കടലിൻ്റെ അടിയിൽ നിന്ന് മിസൈൽ വിടാൻ പറ്റുന്ന, ടാർഗറ്റ് ചെയ്ത് വിടാൻ പറ്റുന്ന അന്തർവാഹിനികളൊക്കെ അമേരിക്കയുടെ കയ്യിലുണ്ട്. നമുക്കറിയാവുന്നൊരു കാര്യമാണല്ലേ. അതുപയോഗിച്ച് ഈ കപ്പലിനെ വ്യക്തമായിട്ട് ടാർഗറ്റ് ചെയ്യണം. അമേരിക്കക്കറിയാം ഈ കപ്പൽ ഇതുവഴിയാണ് തിരിച്ചു വരാൻ പോകുന്നതെന്ന്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത്രത്തോളം ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു, അമേരിക്കയെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഈ ഒരു ഇറാൻ സേനയ്ക്ക് വിശ്വാസമുണ്ടായിരുന്നു, തങ്ങൾ പ്രശ്നത്തിലൊന്നും വന്നതല്ല, തങ്ങൾ അമേരിക്കയുടെ സൗഹൃദ രാജ്യമാണ് ഇന്ത്യയിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുത്തിട്ട് തിരിച്ചു വരുന്നവരാണല്ലേ. നമ്മളോട് പോലും സത്യം പറഞ്ഞാൽ ഈ ട്രംപ് ഭരണകൂടം നന്ദികേട് കാണിച്ചു എന്ന് വേണം പറയാനായിട്ട്. ഇതിൻ്റെ മോശം സത്യം പറഞ്ഞാൽ ആർക്കാണ്? നമുക്കാണല്ലേ. നമ്മുടെ രാജ്യത്ത് ഔദ്യോഗിക പരിപാടിക്ക് വന്നവരെ പോലും ഈ ട്രംപിൻ്റെ ഭരണകൂടം വെറുതെ വിട്ടില്ല. അണ്ടർ വാട്ടർ മിസൈൽ ഉപയോഗിച്ച് തകർത്ത് കളഞ്ഞു. എനിക്ക് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം അതാണ്. പാവങ്ങൾ നമ്മുടെ രാജ്യത്ത് പരിപാടിയിൽ പങ്കെടുത്തിട്ട് ഒന്നാലോചിച്ച് നോക്കുക, നമ്മളുടെ വീട്ടിൽ 100 കണക്കിന് അതിഥികൾ വരികയാണ്. ഒരു കല്യാണ വണ്ടിയിൽ മൊത്തം വന്ന ആൾക്കാർ ഇറങ്ങുകയാണ്. നമ്മളുടെ കല്യാണം കഴിക്കാൻ പോകുന്ന വീട്ടിലെ അവരുടെ ബന്ധുക്കളായിരിക്കും. അപ്പോൾ അവരൊക്കെ വന്നു, നമ്മളുടെ വീട്ടിൽ സന്തോഷമായിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കൊടുത്തു, താമസിച്ചു, അങ്ങനെ സന്തോഷമായിട്ട് ഒരുപാട് വർത്തമാനം പറഞ്ഞു. അവർ തിരിച്ചു പോകുന്ന വഴിക്ക് അവരുടെ ബസ് അപ്പാടെ അപകടത്തിൽപ്പെട്ട് എല്ലാവരും മരിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? അത് തന്നെയാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. സത്യം, ഞാൻ കള്ളമോ അല്ല ഒന്നുമല്ല പറയുന്നത്, മനസാക്ഷി കൊണ്ടൊരു വാർത്തയായിപ്പോൾ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, വളരെ നീചമായിട്ടുള്ള എല്ലാ ധാർമ്മികതയുടെയും അതിർവരമ്പുകൾ ലംഘിക്കുന്നൊരു പ്രവൃത്തിയായി പോയതെന്ന്. ഡിയാഗോ ഗാർഷ്യയിലിരുന്ന് എന്തൊക്കെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് അവരുടെ പരിധി പോലും അല്ല. അതായത് മാരിടൈം ആയിട്ടുള്ള ഒരുപാട് ലോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കടലിൽ യുദ്ധം നടത്തുന്നതിനൊക്കെ കൃത്യമായിട്ടുള്ള ലോസ് ഉള്ളതാണ്. നമ്മൾ കുറച്ച് നാൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു 2-3 വീഡിയോയ്ക്ക് മുമ്പ് ചെയ്ത സംഭവത്തിൽ ഇതിൻ്റെ കുറേ നിയമങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കടലിൻ്റെ അതിർത്തി എന്താണ്, ആരാണ് കടൽ ഓൺ ചെയ്യുന്നത്, ഉടമസ്ഥൻ ആരാണ്, തുടങ്ങിയ സംഭവങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലേ. എല്ലാ നിയമങ്ങളെയും എല്ലാ സീമകളെയും തകർത്തെറിഞ്ഞുകൊണ്ടുള്ളതാണ് അമേരിക്കയുടെ നീചമായിട്ടുള്ള പ്രവൃത്തി. ഇനി നമ്മൾ പ്രധാനമായിട്ട് സംസാരിക്കേണ്ടത് ഹോർമൂസ് കടലിടുക്കിനെ പറ്റിയാണല്ലേ. അത് ഏകദേശം പൂർണ്ണമായിട്ടും അടച്ച അവസ്ഥയിൽ. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു സ്തംഭനം അവിടെ വരുന്നത്. ഇത്രയും കാലം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് ഉടനെ അടയ്ക്കുമെന്നൊക്കെ പറയുമെങ്കിലും ഇത്രയും വലിയൊരു പ്രശ്നങ്ങളിലേക്ക് പോയില്ല. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഏകദേശം 150-200 വരുന്ന കപ്പലുകൾ അതിൻ്റെ അപ്പുറത്ത് നിർത്തിയിട്ടിരിക്കുകയാണ്. നങ്കൂരമിട്ട് കിടക്കുക എന്നുള്ള കാര്യമാണ്. കാരണം ഇവിടെ കൂടെ പോകുന്ന കപ്പലുകളെ കത്തിക്കുമെന്ന് ഇറാൻ പരസ്യമായിട്ട് പ്രസ്താവന നടത്തുകയാണ്. അപ്പോൾ ഓക്കെ, ഓയിലുമായിട്ട് പോകുന്ന കപ്പലുകളാണല്ലേ, ഒരു ചെറിയ തീപ്പൊരി മതി അത് വലിയ രീതിയിൽ ആൾക്കെത്താൻ. അപ്പോൾ ഒരിക്കലും അവർ റിസ്ക് എടുക്കുന്നില്ല. എന്തായാലും ഇത് പൂർണ്ണമായിട്ടും സ്തംഭിച്ച അവസ്ഥയിലേക്കാണ്. എന്തുകൊണ്ടാണ് ഹോർമൂസ് ഇത്രത്തോളം തന്ത്രപ്രധാനമാവുന്നതെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ മാപ്പ് നോക്കിയാൽ തന്നെ അറിയാം. എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളെ ഏഷ്യയിലേക്കും അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കൊക്കെ കണക്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ പാതയാണ് ഹോർമൂസ് എന്നുള്ളത്. നിങ്ങൾ മാപ്പ് നോക്കിയാൽ വളരെ നാരോ ആയിട്ടുള്ളൊരു സ്പേസാണ് കാണുന്നതല്ലേ. അങ്ങനെ ചെറിയൊരു ഇടനാഴിയാണ്. അപ്പോൾ അതിൻ്റെ തുടക്കത്തിലും ഒടുക്കത്തിലും സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലുമായിട്ട് 50 കിലോമീറ്റർ വീതിയുണ്ട്. ഏറ്റവും ഇടുങ്ങിയ ഭാഗത്താണെങ്കിൽ 33 കിലോമീറ്ററാണ് വീതിയുള്ളത്. പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണക്കപ്പലുകൾക്ക് പോലും സുഖമായിട്ട് കടന്നു പോകാനുള്ള വീതിയും ആഴവും ഇതിനുണ്ട്. സൗദി അറേബ്യ, UAE, ഇറാൻ, ഇറാഖ് അങ്ങനെ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ഈ വശത്തുള്ള രാജ്യങ്ങളെ നമ്മളുടെ ഒമാൻ ഉൾക്കടലുമായിട്ടും അറബിക്കടലുമായിട്ടും ബന്ധിപ്പിക്കുന്ന ഈ ഒരു പാത അത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. ലോകത്തുപയോഗിക്കുന്ന ഈ ക്രൂഡ് ഓയിൽ ഉണ്ടല്ലോ, അതിൻ്റെ 20% കടന്നു പോകുന്നത് ഈ ഒരു സ്പേസിലൂടെയാണ്. ഇപ്പോൾ 20% എന്നൊക്കെ പറയുമ്പോൾ വളരെ കുറവായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുമല്ലേ. ആ കണക്കെല്ലാം വിട്ടേക്കൂ, നമ്മുടെ രാജ്യത്തേക്കുള്ള കാര്യം പറയാം. ഇപ്പോൾ ഏഷ്യയിലേക്കുള്ള കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ കൂടെ പോകുന്ന ക്രൂഡ് ഓയിലിൽ 20% പോകുന്നത് നമ്മളുടെ യൂറോപ്പിലേക്കാണ്, ബാക്കി 80% പോകുന്നത് പശ്ചിമേഷ്യയിലേക്കാണ്. അതും വിട്ടേരും. നമുക്ക് ഇന്ത്യയിലേക്കുള്ള കണക്കല്ലേ നമുക്കറിയേണ്ടത്. നമുക്കറിയാവുന്നത് പോലെ തന്നെ നമ്മുടെ രാജ്യം 90% ക്രൂഡ് ഓയിലും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും സൗദി, ഖത്തർ, പിന്നെ റഷ്യയിൽ നിന്ന് കുറച്ച് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളാണ് കൂടുതലായിട്ടുള്ളതല്ലേ. അപ്പോൾ 10% നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കാരണം നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, എണ്ണപ്പാടങ്ങളുണ്ടെങ്കിലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ 90% നമ്മൾ പുറത്തുനിന്നാണ് ഇങ്ങോട്ട് വരുത്തുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി ഇതിൽ എത്ര ശതമാനം ഹോർമൂസിലൂടെ കടന്നു പോകുന്നുണ്ടെന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഏകദേശം 35 മുതൽ 40% വരെ ഈ ഹോർമൂസിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് നമ്മുടെ രാജ്യം എല്ലാ ദിവസവും ഏകദേശം 55 ലക്ഷം ബാരലുകൾ എല്ലാ ദിവസവും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം അറിയാം, നമുക്ക് പെട്രോൾ ഡീസലൊക്കെ അടിക്കുന്നെങ്കിൽ ക്രൂഡ് ഓയിൽ വേണമല്ലോ, അത് റിഫൈൻ ചെയ്തിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. എന്തായാലും ഈ 55 ലക്ഷമാണ് പുറം രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതെന്ന് മനസ്സിലാക്കുക. അതിലേകദേശം 20 ലക്ഷവും ഈ ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കാമല്ലോ. അതായത് ഹോർമൂസിലെ സ്തംഭനമുണ്ടല്ലോ, അതൊരു 4-5 മാസമൊക്കെ നീണ്ടുപോയാൽ നമ്മളുടെ ഇന്ത്യയിൽ മാത്രമല്ല ചൈനയിൽ നല്ല കൺസപ്ഷനുള്ള രാജ്യമാണ്. ചൈനയാണ് നമ്പർ 1 ഇമ്പോർട്ട് ചെയ്ത് ഉപയോഗിക്കുന്ന രാജ്യമല്ലേ. ഇങ്ങനെയുള്ള ഒരുപാട് രാജ്യങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകും. കാരണം നമുക്ക്
വേറെ നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന സാധനമല്ല. അല്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ, കാരണം എണ്ണപ്പാടങ്ങൾ വേണമല്ലോ. 10% എങ്കിലും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പെട്രോളിയം മിനിസ്ട്രി ഉണ്ടല്ലോ കേന്ദ്ര സർക്കാരിൻ്റെ, അവർ പറഞ്ഞതനുസരിച്ച് 74 ദിവസത്തേക്കുള്ള ക്രൂഡ് ഓയിൽ റിസർവുകൾ നമുക്കുണ്ട് കേട്ടോ. നമ്മുടെ രാജ്യം എത്ര മുന്നിലാണ് ഈ കാര്യങ്ങൾ സഞ്ചരിക്കുന്നത് നോക്കുക. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഭാവിയിൽ സംഭവിച്ചേക്കാം. അതുകൊണ്ട് 74 ദിവസത്തേക്ക് വേണ്ട ക്രൂഡ് ഓയിൽ ശേഖരം ഇപ്പോൾ തന്നെ നമ്മുടെ കയ്യിലുണ്ട്. റിഫൈൻ ചെയ്ത പെട്രോൾ ഡീസൽ പോലുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ ഏകദേശം 30 ദിവസം, ഒരു മാസത്തേക്കുള്ള സാധനവും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് വലിയൊരു, നമ്മളവർക്ക് 30 ദിവസത്തേക്കല്ലേ ഉള്ളൂ, അങ്ങനെയല്ല. നമ്മൾ മറ്റ് രാജ്യങ്ങളൊക്കെ സംബന്ധിച്ചത് വലിയൊരു റിസർവ് തന്നെയാണെന്ന് വേണം പറയാനായിട്ട്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 4-5 മാസമൊക്കെ നീണ്ടുപോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഭാവിയിൽ സംഭവിക്കാമെന്ന് കണ്ട് UAE-യിലെയും സൗദിയിലെയും ഭരണകൂടം ചെയ്ത ബദൽ മാർഗ്ഗങ്ങളുണ്ട്. ഭയങ്കര സംഭവം തന്നെയാണ്. സൗദി ആണെങ്കിൽ 1200 കിലോമീറ്റർ നീളമുള്ളൊരു പൈപ്പ് ഇതിനു വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ദിവസവും 50 ലക്ഷം ബാരൽ ഓയിൽ സൗദിക്ക് ഇതിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. എത്ര വിഷണറി ആയിട്ടുള്ള ലീഡേഴ്സാണ് അവിടെ അല്ലേ. 1200 കിലോമീറ്റർ വലിയ പൈപ്പ് ലൈൻ, അതായത് ചെറിയ PVC പൈപ്പൊന്നും അല്ല, വലിയ പൈപ്പ് ലൈൻ ഇട്ട് അവർ മണ്ണിനടിയിലൂടെയും കടലടിയിലൂടെയൊക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഹോർമൂസിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവർക്ക് ഇതിലൂടെ ട്രാൻസ്ഫർ ചെയ്യാം. അതുപോലെ തന്നെ UAE-യിലാണെങ്കിൽ അവരുടെ എണ്ണപ്പാടങ്ങളിൽ നിന്ന് ഫുജറയിലേക്കുള്ള അവരുടെ ഒരു തുറമുഖമുണ്ടല്ലോ, അതിലേക്ക് കൊണ്ടുപോകാൻ അവർ മറ്റൊരു പൈപ്പ് ലൈൻ ഇട്ടിട്ടുണ്ട്. 15 ലക്ഷം ബാരലുകൾ അവർക്കും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ബദൽ മാർഗ്ഗങ്ങളുണ്ട്. ഒരു പരിധിവരെ നമുക്ക് ഈ ബദൽ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച്, നമുക്കെന്ന് പറഞ്ഞാൽ ആ രാജ്യങ്ങൾക്ക് ബദൽ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് മറ്റൊരു പ്രദേശത്തേക്ക് എണ്ണ എത്തിക്കും. അവിടുന്ന് സുഗമമായിട്ട് ഹോർമൂസ് വഴി കടക്കാതെ, ഓക്കെ നമ്മൾ ഹോർമൂസിനെ വെട്ടിക്കാനുള്ള ഇതൊക്കെ ചെയ്യുന്നത് ബദൽ മാർഗ്ഗങ്ങളല്ലേ, അപ്പോൾ അവിടെ കൂടെ പോകാതെ നമുക്കത് എത്താൻ സാധിക്കുന്നതാണ്, നമ്മളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നതാണ്. ഈ ഹോർമൂസിലൂടെ മാസം 3000 കണക്കിന് കപ്പലുകളാണ് സഞ്ചരിക്കുന്നത്. എണ്ണ കപ്പലുകൾ മാത്രമല്ല, ക്രൂഡ് ഓയിൽ കൊണ്ടുപോകുന്ന കപ്പലുകൾ മാത്രമല്ല, ചരക്ക് കപ്പൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ കയറ്റുമതി ഇറക്കുമതിയൊക്കെ ചെയ്യുന്ന കപ്പലുകൾ സഞ്ചരിക്കുന്ന ഒന്നാണ്. അതുപോലെ ഇനി ചെങ്കടലിലെ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ഹൂതികൾ അവിടെ ആക്രമണം തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. അവിടെ കൂടെയും കപ്പലുകൾ പോകുന്നില്ല. ഇങ്ങനെ കപ്പലുകൾ പോകാത്തപ്പോഴും അല്ലെങ്കിൽ ഭീതിയുള്ളപ്പോഴും എന്താ സംഭവിക്കുക, കപ്പലിൻ്റെ ഇൻഷുറൻസ് തുക കൂടും. ഇൻഷുറൻസ് തുക അവരെവിടുന്ന്, അപ്പോൾ കപ്പലാണ് ഇൻഷുറൻസ് തുക കൂടുതൽ അടയ്ക്കേണ്ടതല്ലേ, ആ തുക അവരെവിടുന്ന് ഈടാക്കും. ഈ ഇറക്കുമതിയും കയറ്റുമതിയും ചെയ്യുന്ന ഫീസിൽ നിന്ന് ഈടാക്കും. അൾട്ടിമേറ്റ്ലി അത് കറങ്ങിത്തിരിഞ്ഞ് ആരുടെ തലയിൽ വരും, നമ്മുടെ തലയിൽ തന്നെ വരും. അതായത് മറ്റു രാജ്യങ്ങളിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനമില്ലേ, അത് മേടിക്കുന്നതിൽ വില കൂടും. ഇതാണ് ജിയോ പൊളിറ്റിക്സിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത്. എവിടെയെങ്കിലൊക്കെ ഒരു പ്രശ്നം സംഭവിച്ചാൽ അതെല്ലാവരെയും ബാധിക്കും. നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടണ്ടെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കുമല്ലേ, പക്ഷേ ഉറപ്പായിട്ടും രാഷ്ട്രീയം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. അത് ഒരു ലോക സത്യമാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുവാണെങ്കിൽ ടെഹ്റാൻ ഉണ്ടല്ലോ, ഇറാൻ്റെ തലസ്ഥാനം, അവിടുത്തെ കാര്യം വളരെ കഷ്ടമാണ്. അത്രത്തോളം സങ്കടകരമായിട്ടുള്ള കാഴ്ചയാണ് അവിടുന്ന് വരുന്നത്. ഗസ എങ്ങനെയാണ് തകർന്നത് നമ്മൾ കണ്ടതാണ്. ഒരു ആളില്ലാ തുരുത്ത് പോലെ ആക്കി മാറ്റിയില്ല. ഒരുപാട് കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നത് പൊടിയും ചാമ്പലും ആക്കി മാറ്റി. അതുപോലെ തന്നെ അമേരിക്കയും ഇസ്രായേലും ആ ഒരു പ്രദേശത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല 1000-ൽ കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ 181ഓളം വരുന്ന കുട്ടികളുണ്ട് എന്നാണ് പല റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു സ്കൂളിലെ 100 കണക്കിന് കുട്ടികൾ മരണപ്പെട്ടപ്പോൾ അവർക്ക് വേണ്ടി എടുത്ത കുഴി, അതിൻ്റെ ഒരു സാറ്റലൈറ്റ് അല്ല ഡ്രോൺ ദൃശ്യം നമ്മൾ കണ്ടതാണല്ലേ. എത്രത്തോളം എനിക്ക് ഏറ്റവും ഉള്ള കാര്യം പറയുവാണെങ്കിൽ ഈ യുദ്ധങ്ങൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ എന്നെ മനസ്സിനെ ബാധിക്കുന്ന ഒരു കാര്യം, ഈ കുഞ്ഞുങ്ങൾ അവരെന്തറിഞ്ഞിട്ടാണ് കളിച്ചിരിച്ച് നടക്കുന്ന പ്രായം, എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയുന്നില്ല. അവരിങ്ങനെ മരണപ്പെട്ട് വീഴാണ്. അത് ഒരേ കുഴികൾ, ഇങ്ങനെ ഒരു 100 കണക്കിന് കുഴികൾ. വളരെ സങ്കടകരമായിട്ടൊരു വാർത്ത തന്നെയാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് ഇന്ത്യൻ വിദ്യാർത്ഥികളൊക്കെ ഇറാനിൽ പഠിക്കുന്നുണ്ട്, ടെഹ്റാനിൽ പഠിക്കുന്നുണ്ട്. ഇന്ത്യൻ എംബസി ഇടപെട്ട് കൃത്യമായിട്ട് അവരെ ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നൊരു ബസ്സിൽ അവരെല്ലാം കൂടെ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന വീഡിയോ ഒക്കെ നമ്മളുടെ ഓൺലൈനിലൊക്കെ ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടെഹ്റാൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ വളരെ കഷ്ടം തോന്നുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് യുദ്ധം വരുമ്പോൾ ഒരു രാജ്യം ജയിച്ചു മറ്റു രാജ്യം തോറ്റു എന്നൊക്കെ പറയുമല്ലേ, പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 രാജ്യങ്ങളുടെയും ജനങ്ങൾ തോറ്റു പോവുകയാണ്. 2 രാജ്യങ്ങളിലും നാശനഷ്ടങ്ങളുണ്ടാകും. ശക്തരായിട്ടുള്ള രാജ്യം മറ്റു രാജ്യങ്ങളിൽ കൂടുതൽ ആക്രമണം നടത്തും. ചിലപ്പോൾ ഇവർക്ക് ശക്തരായിട്ടുള്ള രാജ്യമാണെങ്കിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകില്ലായിരിക്കാം. ശരിയാണ്, ഇപ്പോൾ ഇസ്രായേലിലൊന്നും അധികം മരണങ്ങളോ കാര്യങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്തില്ല. പക്ഷേ ഇവിടെയാണെങ്കിൽ 1000-ലധികം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തല്ലേ. തോൽക്കുന്നത് നമ്മൾ ജനങ്ങൾ മാത്രമായിരിക്കും അൾട്ടിമേറ്റ്ലി. അതുകൊണ്ട് തന്നെ യുദ്ധങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ, ശാന്തി സമാധാനമായിട്ട് എല്ലാ രാജ്യങ്ങളും പോകട്ടെ. ലോകാസമസ്ത സുഖിനോ ഭവന്തു. ഞാൻ ഒരുപാട് വീഡിയോസിൽ ഈ പറഞ്ഞിട്ടുള്ളതാണ്, യുദ്ധങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. അത് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്ന ഐഡിയോളജി. അല്ലാതെ ആര് ജയിച്ചു തോറ്റു എന്നുള്ളത് മാറ്റർ അല്ല. പക്ഷേ ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യം ആക്രമിച്ചാൽ തിരിച്ചാക്രമിക്കും. ഇപ്പോൾ പാകിസ്ഥാൻ നമ്മളുടെ രാജ്യത്ത് കയറി ആക്രമണം നടത്തി, നമ്മുടെ ടൂറിസ്റ്റേഴ്സിനെ കൊന്നു. ഇന്ത്യ തിരിച്ച് ആക്രമിച്ചു, ഓപ്പറേഷൻ സിന്ദൂർ. പ്രത്യാക്രമണങ്ങൾ ഉണ്ടാകും. അത് ആദ്യം ആക്രമണം ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും ചെയ്യേണ്ട കാര്യം. എന്നിരുന്നാലും ഇറാൻ പ്രത്യാക്രമണങ്ങൾ നടത്തുന്നുണ്ട്. അവരെ എങ്ങോട്ടാണ് പ്രത്യാക്രമണം നടത്തുന്നത്? ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് കേട്ടോ. അതൊരിക്കലും യോജിക്കാൻ പറ്റാത്ത ഒന്നാണ്. US ഓഫീസിലേക്കാണ്, എംബസിയിലേക്കാണ് അയക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അയക്കുന്നത്, ജനവാസ മേഖലയിലൊക്കെ പോയി വീഴുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു രാജ്യം ഞങ്ങളെ ആക്രമിച്ചതുകൊണ്ട് മറ്റു രാജ്യത്തെ അവരുടെ ഓഫീസുകൾ ആക്രമിക്കുമെന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല. നിങ്ങൾക്ക് ആംബിയർ ഉണ്ടെങ്കിൽ മറ്റേവർ ആക്രമിക്കും, ഓക്കെ ഫൈൻ. പക്ഷേ ഇപ്പോൾ നമ്മുടെ പ്രവാസികൾ, നമ്മളുടെ മലയാളികളുടെ തലയ്ക്ക് ചുറ്റും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. ആകാശത്ത് മിസൈലുകളും കാര്യങ്ങളൊക്കെ പറക്കുകയാണ്.
അവിടെ കൃത്യമായിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റം ഉള്ളതുകൊണ്ടാണ് വലിയ വലിയ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഇപ്പോൾ കാണാറുണ്ട് അവിടെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലേ, അതെങ്ങനെ സംഭവിച്ചു എന്ന് ഓർക്കുന്നുണ്ടോ? അവിടുത്തെ ഡിഫൻസ് സിസ്റ്റം, എയർ ഡിഫൻസ് സിസ്റ്റം അത്രത്തോളം ശക്തമായതുകൊണ്ട് മാത്രമാണ്. ഒരു മിസൈൽ വരുമ്പോൾ താഴത്തു നിന്ന് ഒരെണ്ണം പോയിട്ട് അതിനെ പൊട്ടിക്കുന്നതുകൊണ്ട് മാത്രമാണ് വലിയ അപകടങ്ങളിൽ നിന്നും അവിടുത്തെ ജനങ്ങൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ പ്രവാസികൾ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. എന്തായാലും ഈ അവസ്ഥയിലും ഇറാൻ നടത്തിയ ഒരു ആക്രമണം അത് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. ഖത്തറിലെ അൽ ഉൽദൈദ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു സേനാ താവളമുണ്ട് നമ്മളുടെ അമേരിക്കയുടെ. ആ സേനാത്താവളത്തിൻ്റെ റഡാറിന് മാത്രം ഏകദേശം $1.1 ബില്യൺ, അതായത് ഏകദേശം 9,000 കോടി ഇന്ത്യൻ റുപ്പി വില മതിക്കുന്ന റഡാറാണ്. കൃത്യമായിട്ട് ഇറാൻ അത് മിസൈലിട്ട് തകർത്തു എന്നുള്ള വാർത്തയാണ്. അത് പോരാട്ടമാണ്, അവർ ഇത്രയും തകർന്നിട്ടും അവർ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ തുടക്കത്തിൽ പറഞ്ഞ മാർക്കറ്റ് വുൾഫിൻ്റെ കാര്യം ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇതിനോടകം തന്നെ 2 മില്യണിലധികം ഡൗൺലോഡ്സ് ഉള്ള ആപ്പ് വഴി ഒട്ടനവധി ആളുകൾ തങ്ങളുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നുണ്ട്. മാർക്കറ്റ് വുൾഫ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.